എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ കോഴ വാങ്ങിയാണ് നടത്തുന്നതെന്ന് കെ.പി. നൌഷാദ് അലി എം.എൽ.എ. മൂക്കുതല പി. ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അനുമോദന യോഗത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. കോഴ വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ വെള്ളം കൃഷിയാലും കോഴ വാങ്ങിയിട്ടാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ നിയമനം നടത്താറുള്ളത്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് വരെ ഇപ്പൊ ഇതാ പ്ലസ് വണ്ണിലേക്കും ഒക്കെ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളിലേക്കൊക്കെ പ്രവേശനത്തിന് വേണ്ടി ആളുകൾ തിക്കിത്തിരക്കുന്ന കാലമാണ്. ഈ എം.എൽ.എ. അല്ലെങ്കിൽ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ പ്രധാന പണി 20,000 30,000 ചോദിക്കുന്ന സ്ഥലത്ത് അതൊന്ന് കുറച്ചു കൊടുക്കണമെന്ന ശുപാർശ പറയലാണ്. ഞാൻ പലപ്പോഴും അതിലൊരു വൈരുദ്ധ്യം ആലോചിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കോഴ വാങ്ങി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന എയ്ഡഡ് സ്ഥാപനങ്ങൾ ഞാനതിനെ പിന്നെ അങ്ങനെ അടച്ചാക്ഷേപിച്ചു. നാളെ ഇപ്പോൾ എയ്ഡഡ് സ്ഥാപനങ്ങളെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥിതിയൊന്നും കൈവരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് 1957 ആദ്യമായിട്ട് കേരളം ഭരിച്ച UNF സർക്കാരിന്റെ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി എയ്ഡഡ് നിയമനങ്ങളെ വികസിക്കണമെന്ന് പറഞ്ഞത്. വിമോചന സമരം അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വിമോചന സമരത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഒക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.